അയ്യേ ചാളയാ. വേറെ നല്ല മീനൊന്നും കിട്ടിയില്ലേ ദേവിക്ക്? മഴയല്ലേ? ആ ഉള്ളതാവട്ടെ. ചായ കുടിച്ചപ്പോ എന്റെ ഉറക്കം അങ്ങോട്ട് പോയി. ആ പിന്നെ ദേവികി, പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. അല്ലെങ്കിൽ പുതിയ പെണ്ണ് എന്നെ പറ്റി എന്ത് വിചാരിക്കും? എന്ത് ശ്രീധനം കിട്ടി? ഒന്നും വാങ്ങിച്ചില്ല. അയ്യേ, മുഴുവൻ സ്വർണ്ണായിരിക്കും അല്ലേ? എത്ര പവൻ കിട്ടി? ഞാൻ അന്വേഷിച്ചില്ല. അത് കള. പെണ്ണിന് ജോലി ഉണ്ടല്ലേ? തരക്കേടില്ല കേട്ടോ. മൂത്തോന്റെ ഭാര്യയെക്കാള് എന്തുകൊണ്ടും കൊള്ളാം. മക്കളുടെ ഭാര്യമാരെ തരംതിരിക്കുന്ന ഏർപ്പാടൊന്നും എനിക്കില്ല. ഞാൻ നേര് പറഞ്ഞതാ. ആ കുട്ടിക്ക് എന്താ തോന്നുക? വന്നിട്ട് വിശേഷങ്ങളൊന്നും ചോദിച്ചില്ല. ദേവകി, മീൻ വാങ്ങിട്ട് വെച്ചോളൂട്ടാ. മോഹന് തെറ്റ് പറ്റിയിട്ടില്ല. ഞാൻ അവൾമാരെയൊക്കെ വഴക്ക് പറയാനായിട്ട് കുട്ടി പേടിച്ചു പോയല്ലേ? എന്റെ സ്വഭാവം അങ്ങനെയാ. നിന്റെ മോഹനുണ്ടല്ലോ, അവനെന്റെ മുമ്പിൽ നിൽക്കില്ല. കാറുമായി ഒന്ന് തറപ്പിച്ചു നോക്കിയാ മതി. നിന്ന നിലയിൽ അവൻ മൂത്രമൊഴിക്കും. പക്ഷെ ഒക്കെ സ്നേഹമുള്ള വർഗ. മോഹനെ ഈ തോളിലിട്ട് വളർത്തിയതാ പാറുമായി. അറിയോ നിനക്ക്? കുട്ടി, ഐശ്വര്യായിട്ടൊരു 50 രൂപേന്റെ അടുത്ത് അമ്മായിക്ക് മുറുക്കാൻ വാങ്ങാനാ. ചില്ലറ ഉണ്ടോന്നറിയില്ല. കാണും. അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ഒന്നും തന്നില്ലല്ലോ എന്നുള്ള വിഷമം കുട്ടിക്കും വേണ്ട. അതുകൊണ്ടാ. ഇതേ ഉള്ളൂ. 100ന്റെ അല്ലേ? സാരില്ല, അമ്മായി ചില്ലറ മാറ്റിക്കോളാം. നന്നായി വരും. മോഹന് അറിയണ്ട. ഓ, എന്തൊരു വിനയം, എന്തൊരു ഐശ്വര്യം. കുട്ടി, മോഹന്റെ ഭാര്യയ്ക്ക് മാസപ്പടി എന്ത് കിട്ടും? നീ ഇത് കണ്ട? ഇക്കാലം വരെ ഒരു 5 രൂപ ഇത് അമ്മായി മുറുക്കാൻ മേടിക്കുന്നു പറഞ്ഞ് നീ എനിക്ക് തന്നിട്ടുണ്ടാ? അമ്മായി ആദ്യമായിട്ട് ഈ വീട്ടിൽ വരുന്നതല്ലേ? ഇത് ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ആ കുട്ടി ഇത് വെച്ച് നീട്ടിയപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളായി എങ്ങനെ ഇരിക്കും? അല്ലാതെ സുഖുവേട്ടനോട് ചോദിക്കാതെ ഒരു 5 പൈസ പോലും ഞാൻ ചെലവാക്കാറില്ല. ശൈലജ 100 രൂപ കൊടുത്ത കാര്യവും പറഞ്ഞ് ആ തള്ള എന്നെ കൊച്ചാക്കാൻ വരിക. അവര് ചോദിച്ചപ്പോ ചില്ലറ ഉണ്ടായിരുന്നില്ല. ശൈലജ ശമ്പളക്കാരി ആയതുകൊണ്ട് ഇതിനൊന്നും മോഹനന്റെ സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? അതുകൊണ്ടല്ല, ഇങ്ങനെ കാശ് കൊടുത്ത് സൽപ്പേരുണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. ഇതെപ്പ അവതരിച്ചു? നല്ല കീറുകീറുകയാണല്ലേ? എന്നാൽ എന്റെ മോഹനൻ നിന്റെ കല്യാണം വേണ്ട, കൂടുതൽ പുന്നാരൊന്നും വേണ്ട. ഇവരിവിടെ കയറ്റി സൽക്കരിക്കേണ്ട കാര്യമില്ല. നമ്മയോട് പറഞ്ഞിട്ടില്ലേ? അമ്മയ്ക്കുള്ള എണ്ണ നാട്ടിലുള്ള മുഴുവൻ നുണകളുടെയും കെട്ടഴിക്കാൻ പുറപ്പെട്ടതായിരിക്കും. കാര്യമൊക്കെ കൊള്ളാൻ നേരം വിളിക്കുമ്പോ സ്ഥലം വിട്ടോളാം. അമ്മ ഉണ്ടായിരുന്നേ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇതെന്താ ഇനിയും ചോറോ? മതി മതി, അത്രയ്ക്ക് മതി. അമ്മയ്ക്ക് പരദോഷത്തിൽ താല്പര്യം ഉണ്ടെങ്കിൽ അടുത്തിരുന്ന് ഊട്ടി കൊടുക്ക്. ശരിജെ, കുളിക്കാൻ വെള്ളം ചൂടാക്ക്. നേരം വിളിക്കുമ്പോ സ്ഥലം വിടില്ലേ? മോളെ, ഉച്ചയിലത്തെ മീൻ കൂട്ടാന്റെ ചാറുങ്ങൾ ഇച്ചിരി എടുത്ത്. ഏയ് പൊക്കോളില്ലെന്ന്. ഓ ആ, മോഹനെ ഭയങ്കര പേടിയാ. ചെറുപ്പത്തിൽ എന്തോ പറഞ്ഞതിന് മോഹൻ ഒരു കല്ലെടുത്ത് അമ്മായിയുടെ തലയ്ക്കൊരു ഏറെറിഞ്ഞു. അതിനുശേഷം മോഹനോട് മാത്രം കളിയില്ല. ചിലപ്പോ പാവവും തോന്നും, പക്ഷെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടേ, അതാ കുഴപ്പം. മോളിച്ചിരി മീൻചാരെടുത്തോട്. ആ എടുത്ത സാധനങ്ങളൊക്കെ മാറ്റി വെക്കി. പറഞ്ഞു. ആ മുളക് 1/2 കിലോ, മുളക് 1/2 കിലോ, മല്ലികാല്, ആ മല്ലികാല്, പരിപ്പ് 1/2 കിലോ, പരിപ്പ് 1/2 കിലോ. ആ 3 കൂട്ടോളോ? ആ 24-30. അവിടെ എന്താ വേണ്ടത്? ആൾക്കാരെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തരുത്. ഞാൻ പോവുക. കുമാരന്റെ മോളെ ചോറൂണ ഇന്ന്. ആഹാ, സ്വന്തം പേരക്കുട്ടിയുടെ ചോറൂണായിട്ടാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത്. മോഹനെ പതുക്കെ. അമ്മായിക്ക് കുറച്ച് പുകല് തന്നെ, ഞാൻ ഉടനെ പൊക്കോളാം. ഉത്തമേട്ടാ, ഓ ഒരു 2 കണ്ണി പോലെഞ്ഞെടുത്ത്. ആ ഒരു 5-6 കണ്ണി ഇരുന്നോട്ട് മോഹന്. ഇപ്പത് മതി. സ്ഥലമിട്. അപ്പ അമ്മായി അടുത്ത ആഴ്ചയിൽ വരാം. ഇനി അടുത്ത കാലത്തൊന്നും ഏരിയ കണ്ടുപോരുത്.
എളേച്ചന്റെ ഭാര്യയുടെ ആങ്ങളാ കുട്ടീഷിന്റെ മോനാ